നമസ്കാരം. ശബരിമല ശ്രീ ധർമ്മശാസ്താവ് അഥവാ വിശ്വാസികളുടെ സ്വന്തം ശബരിമല അയ്യപ്പൻ ഒരിക്കൽ കൂടി കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധാകേന്ദ്രമാകുന്നു. ശബരിമല അയ്യപ്പൻ CPM ചെലവിൽ ഇനി ആഗോള പൗരൻ. പമ്പ മുതൽ ശബരിമല വരെ അയ്യപ്പ ഭക്തരെ കാത്ത് ലാൽസലാം ബോർഡുകൾ. പേട്ട തുള്ളലിന് പകരം പാർട്ടി തുള്ളൽ. യുവതീ പ്രവേശനത്തിന്റെ പേരിൽ ഒറ്റയ്ക്കും കൂട്ടായും ശബരിമലയെയും ഭക്ത മനസ്സുകളെയും മലീമസമാക്കിയ ഇടതുപക്ഷ നിലപാടുകളെല്ലാം മറന്ന് മറവി രോഗം ബാധിച്ച അയ്യപ്പ ഭക്തർ ഇടത്തേക്ക് മാറും. അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. അനവസരത്തിലെ അയ്യപ്പ സ്നേഹത്തിന് പിന്നിലെ കാരണങ്ങൾ അറിയാതെ വിശ്വാസി സമൂഹം കുഴങ്ങുമ്പോൾ ശരാശരി സഖാക്കൾ മാത്രമല്ല പല ഇടതുപക്ഷ നേതാക്കളും വച്ച് പുലർത്തുന്ന സ്വപ്നങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ശബരിമല യുവതീ പ്രവേശനത്തിനായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പടുത്തുയർത്തിയ വനിതാ മതിലിനിടയിലൂടെ ഒഴുകിപ്പോയ ഹിന്ദു വോട്ടുകൾ തിരികെ പിടിക്കാനുള്ള തടയണയാണ് സെപ്റ്റംബർ 20 പമ്പയിൽ സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമം. ചെയ്തുപോയ തെറ്റുകളിൽ പശ്ചാത്താപ വിവശരായി അയ്യപ്പന്റെ പാതാരവിന്ദങ്ങളിൽ കുമ്പിട്ടു നിൽക്കുകയാണ് സഖാക്കൾ എന്ന് ചിന്തിച്ചാൽ ഭക്തരെ നിങ്ങൾക്ക് തെറ്റി. ശബരിമല വിഷയത്തിലെ മുൻകാല നിലപാടുകൾ ഇടതുപക്ഷത്തിന്, വിശേഷിച്ചും CPMനും അവരുടെ നേതാക്കൾക്കും അവരിൽ ചിലരുടെ കുടുംബങ്ങൾക്കും കനത്ത കഷ്ടനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത് എന്നും അതിൽ നിന്നുള്ള പാപമോചനത്തിനായി ദേവസ്വം ബോർഡിനെ കരുവാക്കുകയാണെന്നും ചില പാണന്മാർ പാടി നടക്കുന്നുണ്ട്. അതും തള്ളിക്കളയാനാവില്ല. പുറമെ അവിശ്വാസി എന്ന നാട്യം പേറുന്നവരാണ് ഇടതുപക്ഷ നേതാക്കളിൽ ഒട്ടേറെ പേർ എന്ന നാട്ടിലെ അടക്കം പറച്ചിലിൽ ചില സത്യങ്ങൾ ഉണ്ട് താനും. CPM അനുഗ്രഹാശിസ്സുകളോടെ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി VM വാസവൻ, അദ്ദേഹത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേവസ്വം ബോർഡാണ് 1500 കോടി രൂപ പ്രതീക്ഷിത വരുമാനം ലക്ഷ്യമിട്ട് സാക്ഷാൽ ശബരിമല ശാസ്താവിനെ ആഗോളതലത്തിൽ മാർക്കറ്റ് ചെയ്യാൻ കച്ച കെട്ടുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഭക്തിയുമായി കോർത്തിണക്കുന്ന അപൂർവ സംഗമം എന്നൊക്കെയാണ് ഒരു ഉളുപ്പുമില്ലാതെ ഇവർ തട്ടിവിടുന്നത്. പഞ്ചായത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുള്ള വോട്ട് ചോരിയാണ് ലക്ഷ്യം. നല്ല ഒന്നാം തരം ഇടതുപക്ഷ അടവു നയം. പഴയകാല ബക്കറ്റ് പിരിവിന്റെ പുതിയ രൂപമാണ്, അല്ലെങ്കിൽ ഓമന പേരാണ് സ്പോൺസർഷിപ്പ്. ബക്കറ്റ് പിരിവിലും ലേശം കൂടി അന്തസ്സുള്ള പദം. സ്പോൺസർഷിപ്പിലൂടെ ശബരിമല ശാസ്താവിന്റെ പേരും പ്രശസ്തിയും ഉണ്ടാക്കിക്കൊടുക്കാൻ മുന്നോട്ടിറങ്ങുന്ന അവിശ്വാസികൾ. കലികാല വൈഭവം എന്നല്ലാതെ എന്തു പറയാൻ. തേഞ്ഞൊട്ടിയ മുൻകാല നിലപാടുകളുടെ മാനക്കേട് മാറ്റാൻ നവോത്ഥാനത്തിന്റെ സെക്യുലർ മാലയും മതവേഷവും അണിഞ്ഞ് ഹരിവരാസനം ആലപിക്കുന്ന രാഷ്ട്രീയ മരീചന്മാരുടെ വ്യാജ മാർക്കറ്റിംഗ്. അയ്യപ്പനെ ഷോക്കേസ് ചെയ്ത് ശബരിമലയെ ഗ്ലോബൽ മാർക്കറ്റിംഗ് വേദിയാക്കി വോട്ട് തട്ടാനുള്ള കച്ചവട സ്നേഹം. ശബരിമലയിൽ ആചാരലംഘനം അരുത് എന്ന 2018 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിലപാടിന് വിരുദ്ധമായി ആചാരവിശ്വാസങ്ങൾക്ക് നേർ വിപരീത ദിശയിലൂടെ സഞ്ചരിച്ച പിണറായി സർക്കാരിന് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത് കേവലം 1 സീറ്റ് മാത്രമാണ്. അടിയും പഴിയും BJPക്ക്, വെള്ളം കോരിയതും അവർ. എന്നിട്ടും 19 സീറ്റുകൾ മണ്ണും ചാരി നിന്നവർ കൊണ്ടുപോയി. ബാക്കി വന്ന ഒരെണ്ണം CPMന്, ആലപ്പുഴയിൽ. അയ്യപ്പന്റെ പടവും പിടിച്ച് വോട്ട് ചോദിച്ചത് കാരണമാണ് ആലപ്പുഴയിലെ വിജയം എന്നാണ് ഇപ്പോഴും വിശ്വാസികൾ പറഞ്ഞു നടക്കുന്നത്. അതെന്തുമാകട്ടെ, കുറച്ച് വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല ഞങ്ങൾ എന്ന പിണറായി വിജയന്റെ പ്രസ്താവന കേട്ട് കൈയടിച്ച് കൈക്കുഴ ഒടിഞ്ഞുപോയ എത്രയോ പേരുണ്ട് കേരളത്തിൽ. ഇതിന്റെ പേരിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് 1 സീറ്റ് പോലും കിട്ടിയില്ലെങ്കിൽ കൂടി നിലപാട് മാറ്റാൻ തയ്യാറല്ലെന്നും ആചാരങ്ങൾ ലംഘിച്ചാണ് പുരോഗമന കേരളം മുന്നേറിയത് എന്നുമൊക്കെ ഘോരം ആവർത്തിച്ചിരുന്ന CPM ഇപ്പോൾ അപ്പാടെ മലക്കം മറിഞ്ഞ് അയ്യപ്പ ഭക്തർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന വിചിത്രവും ദയനീയവുമായ കാഴ്ചയാണ് ഇന്ന്. ഈ നിലപാട് മാറ്റം BJPയെ സഹായിക്കാനാണ് എന്നതാണ് മറ്റ് ചിലരുടെ ആധിക്ക് കാരണം. സംഗതിയുടെ ഗുട്ടൻസ് പിടികിട്ടണമെങ്കിൽ ഇനിയും ഏറെ കാത്തിരിക്കണം. CPM എന്ന പ്രസ്ഥാനത്തെപ്പറ്റി നമുക്ക് ഇനിയും ഒരു ചുക്കും അറിയില്ല. ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട സമരത്തിൽ പങ്കെടുത്ത് ശരീരത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ കിട്ടിയ അടിയുടെ തഴമ്പുകളും നാളിതുവരെ പിൻവലിച്ചിട്ടില്ലാത്ത കേസുകളും നിലനിൽക്കുമ്പോഴും വീണ്ടും ഒരു അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങുകയാണ് ഒരു പറ്റം വിശ്വാസികൾ. സത്യത്തിൽ ഒന്നും മനസ്സിലാകുന്നില്ല. അവരെയും അയ്യപ്പൻ രക്ഷിക്കട്ടെ. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ശബരിമല വികസനത്തിന് എന്ന പേരിൽ ഒരു പിരിവ് കൂടി നടക്കുന്നുണ്ട്. അതിൻ പ്രകാരം അയ്യപ്പ ഭക്തരിൽ ഇനിമേൽ APLും BPLും ഉണ്ടാകും. നൽകുന്ന പണത്തിന്റെ അടിസ്ഥാനത്തിൽ അയ്യപ്പ ഭക്തരെ 8ആയി തരംതിരിക്കും എന്നാണ് കേൾവി. 3 കോടി കൊടുക്കുന്നവൻ ഡയമണ്ട് കാറ്റഗറിയിൽ, 1 കോടി നൽകുന്നവൻ പ്ലാറ്റിനം, 50 ലക്ഷം ഗോൾഡ്, 25 ലക്ഷം സിൽവർ, 10 ലക്ഷം നൽകുന്നവൻ ബ്രൗൺസ്, 1 ലക്ഷം നൽകുന്നവൻ സാധാ കാറ്റഗറിയിൽ. വഴിയില്ലാത്ത കുചേല ശിരോമണികളായ നമ്മെപ്പോലെയുള്ളവർ വെറും ഷൂ. എത്ര മനോഹരമായ സമത്വ സുന്ദര സോഷ്യലിസം. ആട് തേക്ക് മാഞ്ചിയം പോലെ മറ്റൊരു പണത്തട്ടിപ്പാണോ ലക്ഷ്യമെന്ന് കരുതുന്നവരെ
കുറ്റം പറയാനാകുമോ ഭക്തരെ? ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കാണിക്കപ്പെട്ടി പൊട്ടിച്ചാലെന്താ എന്ന് ചോദിക്കുന്ന കപട വിശ്വാസികളുള്ള നാടാണ് കേരളം. അവർ ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. ദൈവസന്നിധിയിൽ പണത്തിന്റെ കനത്തിലെ പ്രിവിലേജ്ഡ് ഭക്തർ അഥവാ പ്രത്യേക ആനുകൂല്യം ലഭിക്കുന്ന ഭക്തർ. ഭക്ത ദൗർലഭ്യമല്ല, ആധിക്യമാണ് ശബരിമലയിൽ. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇനിയും അകലെ. പിന്നെന്തിനാണ് പമ്പയിലെ ഈ പാർട്ടി തുള്ളൽ? വിശ്വാസികളെ നികൃഷ്ടമായി പുച്ഛിച്ചു തള്ളിയ നിലപാടിലൂടെ നിലംപൊത്തിയവർ, വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും വേർതിരിച്ച് നിർവചിച്ച് അന്ധവിശ്വാസത്തിനെതിരെ ബില്ല് കൊണ്ടുവരുമെന്ന് വീമ്പിളക്കിയ പൊയ്മുഖക്കാർ, അധികാരമുറപ്പിക്കാനുള്ള മറ്റൊരു കമ്മ്യൂണിസ്റ്റ് കുതന്ത്രമല്ലേ ഇത്? ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ പാപ പരിഹാര ക്രിയയാകണം. ഏതെങ്കിലും ഒന്ന് സമ്മതിച്ചല്ലേ മതിയാവൂ. യുവതീ പ്രവേശനത്തിന്റെ നവോത്ഥാന കാലത്ത് ചപ്രമജ്ജത്തിലും തലയിലും എടുത്ത് ശബരിമലയിലേക്ക് സഖാക്കൾ ഒളിപ്പിച്ചു കടത്തിയ അമ്മിണിമാരും ദുർഗമാരും ചിത്രത്തിൽ ഇല്ലേയില്ല. തുടർച്ചയായി വാങ്ങാത്തവർക്ക് റേഷനില്ല എന്ന് പറയും മാതിരി വർഷാവർഷം ശബരിമലയിൽ എത്താത്തതിനാൽ അമ്മിണി ദുർഗമാരെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കാനാവില്ല എന്നാണ് CPM വ്യാഖ്യാനം. ഇതല്ലേ പറഞ്ഞുള്ളൂ, ഇത്രയല്ലേ പറഞ്ഞുള്ളൂ എന്ന് ആശ്വസിക്കാം. നാളിതുവരെ പാത്തും പതുങ്ങിയും തലയിൽ മുണ്ടിട്ടും ശബരിമല ദർശനം നടത്തിയ സഖാക്കൾക്ക് ഇനിമേൽ ഇരുമുടിക്കെട്ടും കെട്ടി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഉറക്കെ വിളിച്ച് ശബരിമല കയറാൻ പാർട്ടി അനുവദിച്ചേക്കും എന്ന ദിവാസ്വപ്നമാണ് കുട്ടി സഖാക്കൾക്ക്. കാത്തിരുന്നു കാണാം. വിശ്വാസികളിലും അധികം ദൈവവിശ്വാസം അവിശ്വാസികളിൽ മുള പൊട്ടുന്നത് കണ്ട് കുരുപൊട്ടിയിട്ട് കാര്യമില്ല. വോട്ട് കുത്തുമ്പോൾ ചിന്തിക്കണമായിരുന്നു എന്ന് പറയുന്നവരാണ് അധികവും. വലിച്ചാൽ നീളുന്നതും നിലത്തൊട്ട് തട്ടിയാൽ ഉയർന്നു പൊങ്ങുന്നതുമായ മനസ്സുള്ള വിവിധ വിഭാഗക്കാരായ അയ്യപ്പ വിശ്വാസികൾ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ പതിവ് പോലെ പരസ്പരം പോരടിക്കുന്നു, അല്ലെങ്കിൽ പോരടിപ്പിക്കുന്നു. സർക്കാർ ചെലവിൽ ഒരു വിലസാനുള്ള അവസരം നഷ്ടപ്പെട്ടതിൽ മറ്റ് മതവിഭാഗങ്ങളിലെ ദൈവങ്ങൾ കൊതിക്കറിവിലാണ്, അല്ലെങ്കിൽ പരിഭവത്തിലായിരിക്കണം. അയ്യപ്പ ഭഗവാനെ താറടിച്ചു കാട്ടി അവിശ്വാസികളായ സ്ത്രീകളെ ശബരിമല സന്നിധിയിൽ എത്തിച്ചതിന്റെ പേരിൽ വിവസ്ത്രരാക്കപ്പെട്ട രാഷ്ട്രീയ കാപട്യങ്ങളുടെ മുൻകാല അയ്യപ്പ വിരോധം ഇപ്പോഴിതാ സ്നേഹക്കടലായി ഒഴുകുന്നു. പിന്നിൽ എന്താണ് ഉള്ളത് എന്ന് വിശ്വാസികൾ ചിന്തിക്കട്ടെ. വിശ്വാസികളുടെ ഭ്രാന്തൻ കെട്ടുകഥകളാണ് മലമുകളിലെ അയ്യപ്പൻ എന്ന് കളിയാക്കിയിരുന്ന ഇടതുപക്ഷക്കാർ ഇന്ന് അയ്യപ്പ ഭക്തരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ഇനിയും ഉണങ്ങാത്ത മുറിവുകളുമായി ജീവിക്കുന്നവരാണ് അയ്യപ്പ ഭക്തർ. അവരുടെ ആ പഴമ്പുള്ളിന്മേൽ അരിവാൾ ചുറ്റിക കൊണ്ടുള്ള വീണ്ടും ഒരു കുത്താകാതിരുന്നാൽ മതി പമ്പാതീരത്തെ അയ്യപ്പ സംഗമം. പിരിവിലൂടെ അയ്യപ്പന് പേരുണ്ടാക്കാൻ വെമ്പൽ കൊള്ളുന്ന അവിശ്വാസികൾ. വിശ്വാസികളായ ജനം ഒരുമിച്ച് നിന്ന് തിരഞ്ഞെടുപ്പിലൂടെ നൽകിയ തിരിച്ചടി മറികടക്കാനുള്ള സൂത്രപ്പടിയാണോ അതോ മറ്റെന്തെങ്കിലും കുബുദ്ധി പമ്പാതീരത്തെ അയ്യപ്പ സംഗമത്തിന് പിന്നിലുണ്ടോ എന്നൊക്കെ തിരിച്ചറിയാൻ നാളുകളെടുക്കും. കല്ലും മുള്ളും കാലിന് മെത്തയാക്കി മൂന്നാമതും ഭരണം ഉറപ്പിക്കാനുള്ള കുറുക്കു വഴിയാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന സംശയം ബലപ്പെടുന്നത് ഇവിടെയാണ്. ഒരുമിച്ച് നിൽക്കാതെയും വോട്ടായി മാറാത്തതുമായ പ്രതിഷേധങ്ങൾ ഒന്നും ജനാധിപത്യത്തിൽ വിജയിക്കില്ല, പരിഗണിക്കപ്പെടുക പോലുമില്ല. ഇതൊന്നും ഇനിയും തിരിച്ചറിയാത്ത ചിലരുണ്ടിവിടെ. ജനാധിപത്യത്തിൽ ജനമാണല്ലോ രാജാവ്. ശബരിമലയിൽ ലാൽസലാം മുഴങ്ങുമോ ആവോ? പരസ്പരം ഒറ്റുജീവിക്കുന്ന വിശ്വാസികൾ തീരുമാനിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.